ഇക്കോണമിയിൽ പണം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് RBI കൈക്കൊണ്ടിട്ടുള്ള 2 മോണിറ്ററി പോളിസി ടൂൾസാണ് CRRും റിപ്പോ റേറ്റും. CRR എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ തങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ ക്യാഷ് ആയിട്ട് കരുതി വെക്കണമെന്ന് നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇത് വിപണിയിൽ ഇൻഫ്ലേഷൻ്റെ അളവ് വർദ്ധിച്ച് പണത്തിൻ്റെ അളവ് കൂടുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം മൂലം നിർബന്ധമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കറണ്ട് CRR എന്ന് പറഞ്ഞാൽ 3.75% ആണ്. ഇനി ഈ CRRൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ബാങ്കുകൾക്ക് വായ്പ കൊടുക്കാനുള്ള പണം കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ലിക്വിഡിറ്റി കുറയും. ഇത് CRR കൂട്ടിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് ക്രിയേഷൻ കുറയും. CRR കുറച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ക്രിയേഷൻ കൂടും. അതേപോലെ തന്നെ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്കുകൾ ഷോർട്ട് ടേം ആയിട്ട് പൈസ ആവശ്യം വന്നു കഴിഞ്ഞാൽ വായ്പയ്ക്ക് വേണ്ടിയിട്ട് RBIനെ സമീപിക്കും. ആ സമയത്ത് RBI വെച്ചിട്ടുള്ള ഒരു പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഈ റിപ്പോ റേറ്റ് ഇപ്പോൾ കറണ്ട് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ 5.50% ആണ്.